സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സ് നോക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെ നോക്കാം. സോ എന്തായാലും അഭിക് ചാറ്റർജി പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ്. സോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് സ്റ്റേഡിയം ഫുള്ളാണെങ്കിൽ പോലും നമുക്ക് ഡെയിലി എക്സ്പെൻസ്, അതായത് ആ ഒരു മാച്ചിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ അഭിക് ചാറ്റർജി പറഞ്ഞിരിക്കുന്നത്. അത് സ്റ്റേഡിയത്തിൽ ഫുൾ ക്രൗഡ് വന്നാൽ പോലും ആ ഒരു മാച്ചിൻ്റെ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കാര്യം റെൻ്റാണ്. അതുപോലെ തന്നെ പല ആളുകൾക്കും അല്ലാതെയും ഫീസ്, സാലറി ആയിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. സോ അതൊക്കെ കൂടുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേഡിയം ഫുള്ളാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ അഭിക് ചാറ്റർജി പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കും. സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡേവിഡ് കാസിനേഡയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് ഡേവിഡ് കാസിനേഡ. കാരണം ശ്രീലങ്കയ്ക്ക് വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ്. സോ എന്തായാലും ഓൾറെഡി അത് ഇപ്പോൾ 50 ഗോളുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 52-53 ഗോളുകൾ 70 മാച്ചിൽ നിന്ന് നേടിക്കഴിഞ്ഞു. സോ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലീഗിൽ തന്നെ. കാരണം 4ാമത്തെ സീസണാണ് ശ്രീലങ്കയുടെ. ആദ്യത്തെ 3 സീസണിൽ അവർ 2ാം സ്ഥാനക്കാരാണ്. ഈ ഒരു സീസണിൽ അവർ കുറച്ച് പുറകിലേക്ക് പോയി എന്ന് തന്നെ പറയാം. സോ എന്തായാലും ഡേവിഡ് കാസിനേഡ പോലൊരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാമിപ്പറയ്ക്ക് പകരക്കാരനായിട്ടൊരു ക്ലിനിക്കൽ സ്ട്രൈക്കറൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാവുന്നൊരു താരം തന്നെയാണ് ഡേവിഡ് കാസിനേഡ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. അത് ന്യൂസിലൻഡ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ന്യൂ കാലിഡോണിയെ 3-0 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ന്യൂസിലൻഡ് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ഇതൊരു ഹിസ്റ്റോറിക് മൊമെൻ്റാണ് ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം. ഓഷ്യാനിക് റീജിയനിൽ നിന്ന് അവർ ക്വാളിഫൈ ആകുന്നു എന്നുള്ള കാര്യം തന്നെ. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. പിന്നെ നമ്മുടെ ഇന്ത്യൻ വംശജനായ സർപ്രീത് സിംഗ് ഇതിൻ്റെ ഭാഗമാണ്. അത് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്നൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ബയേൺ മ്യൂണിക്കിലൊക്കെ നേരത്തെ കളിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.